ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബഷീർ അനുസ്മരണ ദിനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈലാലിൽ വീട് BM UP സ്കൂൾ വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. സംഘത്തെ ബഷീറിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു. കഥകളിൽ അറിഞ്ഞ് പരിചയിച്ച സാഹിത്യലോകം കുട്ടികൾക്ക് പുതിയ അനുഭവമായി. മലയാളത്തിന്റെ വിശ്വവിഖ്യാതനായ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈലാലിൽ വീട് സന്ദർശിച്ച് പുതിയറ BEM UP സ്കൂൾ വിദ്യാർത്ഥികൾ. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച ബേപ്പൂർ സുൽത്താന്റെ വീട്ടിലേക്കൊരു യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. വൈലാലിലെ വീട്ടിലെത്തിയ യാത്രാസംഘത്തെ ബഷീറിന്റെ മകൻ അനീസ് ബഷീറിന്റെ മകൻ നസീമും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു. ഭാഗ്യം ലഭിച്ച കുട്ടികളാണ് നിങ്ങളെന്നും MTയെയും ബഷീറിനെയും പോലുള്ള എഴുത്തുകാർ വളർന്നു വരട്ടെയെന്നും പേരക്കുട്ടി ആശംസിച്ചു. വിട പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ബഷീർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഏറ്റവും വലിയ അംഗീകാരമാണെന്നും നസീം കൂട്ടിച്ചേർത്തു. മാംഗോസ്റ്റിൻ മരവും ബഷീറിന്റെ ഗ്രാമഫോണും കഥകളിലൂടെ മാത്രം അറിഞ്ഞ ബഷീറിന്റെ സാഹിത്യ ലോകവും കൺമുൻപിൽ കണ്ടതോടെ കുട്ടികൾക്ക് അതൊരു നവ്യാനുഭവമായി. കുട്ടികളും പങ്കെടുത്ത അധ്യാപകരും ആദ്യമായി കൺമുൻപിൽ പത്മശ്രീ പുരസ്കാരം കണ്ടു. ശേഷം മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ ബഷീറിന്റെ പേരക്കുട്ടിയോടൊപ്പം ഫോട്ടോയും എടുത്ത് വീണ്ടും കാണാമെന്ന വാക്കിൽ അവിടെ നിന്നും മടങ്ങി. രുചിയുള്ള, നമുക്ക് സങ്കല്പിക്കാവുന്നതിലേറെ രുചികരമായിട്ടുള്ള ഒരുപാട് സാഹിത്യ സൃഷ്ടികൾക്ക് സാക്ഷിയായിട്ടുള്ള ബഷീറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാളാണ് നമ്മുടെ ഈ മാംഗോസ്റ്റിൻ. ഇതിന് കീഴിലിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെല്ലാം തന്നെ രചിച്ചത്. പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ്, വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപക കോർഡിനേറ്റർ സ്മിത ലക്ഷ്മി, ഷജീർ ഖാൻ വയ്യാനം, ഷൈനി റോസ്, നിജിന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പൂക്കാട് കലാലയം സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ചുമർ ചിത്ര പ്രദർശനം.